അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 28 ഞായറാഴ്ച. പുതിയ തൊഴിലുറപ്പ് നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസ്. അടുത്ത മാസം 5 മുതൽ തൊഴിലുറപ്പ് സംരക്ഷണ പോരാട്ടം തുടങ്ങുമെന്ന് ദില്ലിയിൽ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം ഹൈക്കമാൻഡ് നേതൃത്വം വ്യക്തമാക്കി. ഗ്രാമീണ ജനതയുടെ അവകാശമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആക്രമിക്കുകയാണെന്നും രാജ്യം ഒരു വ്യക്തിയുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രം നീങ്ങുന്ന വൺമാൻ ഷോ ആയി മാറിയിരിക്കുകയാണെന്നും മന്ത്രിസഭയെ അറിയിക്കാതെ പ്രധാനമന്ത്രി ഒറ്റക്കെടുത്ത തീരുമാനമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി മറികടക്കാൻ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തിരുത്തൽ നടപടികൾ വേഗത്തിൽ ആരംഭിക്കും. പ്രവർത്തകരെയും ജനങ്ങളെയും പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കാനും തീരുമാനിച്ചു. തുടർച്ചയായി ഇടതുഭരണം ഉണ്ടായിരുന്നിടത്തെല്ലാം തിരിച്ചടി നേരിട്ടെന്നും ഇത് മുൻകൂട്ടി കാണാൻ സംഘടനയ്ക്ക് കഴിഞ്ഞില്ലെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള പാർട്ടി കമ്മിറ്റികൾക്ക് വീഴ്ചയുണ്ടായി എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അതേസമയം ശബരിമല വിവാദത്തിൽ പത്മകുമാറിനെതിരായ സംഘടനാ നിലപാട് ശരിയാണെന്നും എന്നാൽ ശബരിമല വിവാദം ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും CPM സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രങ്ങളൊന്നും AI അല്ലെന്നും താൻ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളെല്ലാം ഒറിജിനലാണെന്നും കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യൻ. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ലെന്നും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ലെന്നും പറഞ്ഞാൽ അവർക്കൊക്കെ ഇതായിരിക്കും അനുഭവമെന്ന് ബോധ്യപ്പെടുത്താൻ കാണിക്കുന്ന പ്രക്രിയയാണ് പോലീസ് കേസെന്നും N സുബ്രഹ്മണ്യൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ കോൺഗ്രസിനെതിരെ ചോദ്യങ്ങളുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോൺഗ്രസെ ഉരുളലല്ല വേണ്ടത്, മറുപടിയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ചോദ്യങ്ങൾ ഉയരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ കിടന്നുരുളുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. വ്യക്തമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പരിഹാസമല്ല, കൃത്യമായ മറുപടിയാണ് വേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിലത് അറിയാനുണ്ടെന്നും അദ്ദേഹം കുറിച്ചു. ശബരിമലയിൽ ഇക്കുറി റെക്കോർഡ് വരുമാനം. ഇത്തവണത്തെ വരുമാനം 332.77 കോടി രൂപയായി ഉയർന്നു. ഇതിൽ 83.17 കോടി രൂപ കാണിക്കയായി ലഭിച്ചു. കഴിഞ്ഞ വർഷം 297.06 കോടി രൂപയായിരുന്നു ശബരിമലയിലെ വരുമാനം. ഇത്തവണ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും വരുമാനം വർദ്ധിച്ചു. ഇന്നലെ ഉച്ചവരെ എത്തിയത് 30,56,871 പേരാണ്. കഴിഞ്ഞ തവണ ഇതേ സമയം ശബരിമലയിൽ 32,49,756 പേർ എത്തി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കൃത്യമായി രേഖകൾ സമർപ്പിക്കുന്നവരെ ഹിയറിംഗിന് വിളിക്കില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. കണ്ടെത്താനാകാത്തവരുടെ പട്ടികയിലും ബൂത്ത് തിരിച്ചതിലും വ്യാപക പ്രശ്നമുണ്ടെന്ന് വിമർശിച്ച കോൺഗ്രസ് രേഖയായി ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതിനെയും എതിർത്തു. ഇതിനിടെ SIR-നായി വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാൻ സർക്കാർ ഉത്തരവിറക്കി. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ സർക്കാർ നടപടികളിലെ കാലതാമസത്തിനെതിരെ WCC. ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും നേരിട്ടൊരു മറുപടിയും നൽകിയില്ലെന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടും FIR ഇട്ടത് 8 ദിവസങ്ങൾക്ക് ശേഷമാണെന്നും WCC കുറ്റപ്പെടുത്തുന്നു. കേരള വിമൻസ് കമ്മീഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി സ്വീകരിച്ചതായി അറിയിച്ചെങ്കിലും നടപടികളുടെ തുടർച്ചയെ സംബന്ധിച്ച വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും WCC വിമർശിച്ചു. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്ന് കൌൺസിലർ R ശ്രീലേഖ. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ കെട്ടിടത്തിലാണ് പ്രശാന്തിന്റെ ഓഫീസ്. തന്റെ ഓഫീസ് സൌകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്ന ഫോണിലൂടെയാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. കൌൺസിൽ തീരുമാനപ്രകാരമാണ് പ്രശാന്തിന്റെ ഓഫീസ് വാടകയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. അടുത്ത മാർച്ച് വരെ ഇതിന്റെ കാലാവധി ബാക്കിയുണ്ട്. കെട്ടിടമൊഴിപ്പിക്കാൻ BJPക്ക് ഭൂരിപക്ഷമുള്ള കൌൺസിൽ തീരുമാനിച്ചാൽ MLAക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും. ക്രിസ്മസ് പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ അതിരൂപതയും തൃശൂർ പൌരാവലിയും ചേർന്ന് നടത്തിയ
ബോൺ നതാലെ സാന്താക്ലോസ് റാലിയും നിശ്ചല ദൃശ്യങ്ങളടങ്ങിയ ഘോഷയാത്രയും നഗരത്തിന് പുതുവർഷ സന്തോഷത്തിന്റെ ആഹ്ലാദാനുഭവമായി. ചുവപ്പ് കുപ്പായവും തൊപ്പിയും ധരിച്ചെത്തിയ 15,000-ഓളം സാന്താക്ലോസുമാർ റാലിയുടെ മാറ്റുകൂട്ടി. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ വലിയ അട്ടിമറികൾ. തൃശൂർ മറ്റത്തൂരിൽ ജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളെയും സ്വന്തം പാളയത്തിലെത്തിച്ച് BJP വൻ അട്ടിമറി നടത്തി. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPI അംഗങ്ങളുടെ പിന്തുണയോടെ UDF ഭരണം പിടിച്ചു. എറണാകുളം പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2020 UDFന് വോട്ട് ചെയ്തതായിരുന്നു മധ്യ കേരളത്തിലെ മറ്റൊരു അട്ടിമറി. തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPക്കൊപ്പം ചേർന്ന കോൺഗ്രസ് വിമതയെ പ്രസിഡന്റാക്കിയ സംഭവത്തിൽ കൂട്ട നടപടിയുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം. BJP പാളയത്തിലെത്തിയ 8 അംഗങ്ങളടക്കം 10 പേരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. തൃശൂർ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ SDPI പിന്തുണയിൽ പ്രസിഡന്റായ AM നിതീഷിനെയും കോൺഗ്രസ് പുറത്താക്കി. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയെടുത്തത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഗ് സ്വതന്ത്രൻ കാലുമാറിയതോടെ പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് ഭരണവും നഷ്ടപ്പെട്ടതിൽ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്ത ജാഫർ മാഷുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു. ജാഫർ മാഷുടെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. അനിൽ അക്കര അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റു. പിന്നാലെ ചേർത്തുപിടിച്ച നാടിനോടുള്ള നന്ദി അനിൽ അക്കര കുറിച്ചു. അയാളെ അയാളുടെ നാട് കൈവിട്ടിരിക്കുന്നു എന്ന് 5 വർഷം മുൻപ് മുൻ മന്ത്രി AC മൊയ്തീൻ നിയമസഭാ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് കണ്ണീരോടെയാണ് താൻ കേട്ടിരുന്നതെന്ന് അനിൽ അക്കര പറഞ്ഞു. ആ വാക്കുകൾക്ക് ആറ്റം ബോംബിനേക്കാൾ പ്രഹരശേഷിയുണ്ടായിരുന്നു. എന്നാൽ ആ യുദ്ധത്തിൽ മരിച്ചു വീഴാനല്ല തീരുമാനിച്ചതെന്നും അവിടെ നിന്ന് ആദ്യം മുതൽ തുടങ്ങുകയായിരുന്നുവെന്നും അനിൽ അക്കര കുറിച്ചു. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ 60 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അധികാരത്തിന് പുറത്തായി. ബദിയടുക്ക പഞ്ചായത്തിൽ നറുക്കെടുപ്പ് NDAയെ തുണച്ചു. 3 പഞ്ചായത്തുകളിൽ ക്വാറം തികയാത്തതിനെ തുടർന്ന് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. മലബാറിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും നാടകീയതയും വൻ ട്വിസ്റ്റുകളും. കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തിൽ ഇടതുമുന്നണി തിരിച്ചടി നേരിട്ടപ്പോൾ നറുക്കെടുപ്പിൽ മന്ത്രി MB രാജേഷിന്റെ പഞ്ചായത്ത് LDFനെ കൈവിട്ടു. LDF അംഗത്തിന്റെ വോട്ട് ലഭിച്ചതോടെ വടകര ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ പദവി UDF പിടിച്ചു. കൊല്ലം ചിറക്കര പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ BJPക്ക് ലഭിച്ചു. 8ാം വാർഡിൽ നിന്ന് വിജയിച്ച BJPയുടെ രമ്യയാണ് വൈസ് പ്രസിഡന്റ്. UDF പിന്തുണയോടെ CPM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഉല്ലാസ് കൃഷ്ണനാണ് പ്രസിഡന്റ്. NDA 6, UDF 5, LDF 5, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായിരുന്നു പഞ്ചായത്തിലെ കക്ഷിനില. ആലപ്പുഴ ജില്ലയിലെ 8 പഞ്ചായത്തുകൾ NDA ഭരിക്കും. ആല, ബുധനൂർ, കാർത്തികപ്പള്ളി, തിരുവൻവണ്ടൂർ, പാണ്ടനാട്, ചെന്നിത്തല, ചേന്നം, പള്ളിപ്പുറം, നീലംപേരൂർ പഞ്ചായത്തുകളിലാണ് NDA ഭരണം പിടിച്ചത്. തിരുവനന്തപുരത്തെ പാങ്ങോട് പഞ്ചായത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട UDF സ്ഥാനാർത്ഥി രാജിവെച്ചു. കോൺഗ്രസിലെ S ഗീതയാണ് രാജിവെച്ചത്. SDPI പിന്തുണ വേണ്ടെന്ന KPCC തീരുമാനപ്രകാരമാണ് രാജി. ചിറ്റൂരിൽ കാണാതായ 6 വയസ്സുകാരനായി വ്യാപക തെരച്ചിൽ. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. സാധാരണ കുട്ടികൾ തമ്മിൽ ഉണ്ടാകാറുള്ള പിണക്കം മാത്രമായിരുന്നു അത്. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതിരുന്നതോടെയാണ് തെരച്ചിൽ നടത്തിയത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് കുട്ടിയെ കാണാതായത്. സൈക്കിൾ നിയന്ത്രണം വിട്ട് ഗേറ്റിലിടിച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വാസുദേവ വിലാസത്തിൽ ബിജോയുടെ മകൻ ഭവന്താണ് മരിച്ചത്. ഓമല്ലൂർ ആര്യഭാരതി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭവന്ത്. കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിവരവെ സൈക്കിൾ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്. കണ്ണൂർ പയ്യാവൂരിൽ കോൺക്രീറ്റ് മിക്സർ കയറ്റിവന്ന ലോറി മറിഞ്ഞ് വൻ അപകടം. ലോറിക്കടിയിൽപ്പെട്ട് 2 തൊഴിലാളികൾ മരിച്ചു. 12 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ അടക്കം 14 പേരാണ് ലോറിയിലുണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്.
വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്നാണ് വിവരം. വാഹനത്തിലുണ്ടായിരുന്ന തൊഴിലാളികളിൽ 2 പേർ അടിയിൽപ്പെടുകയായിരുന്നു. പരിക്കേറ്റവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹൈദരാബാദ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് അല്ലു അർജുനെ പ്രതി ചേർത്തിരിക്കുന്നത്. അപകടം നടന്ന സന്ധ്യ തിയേറ്ററിന്റെ ഉടമയാണ് 1-ാം പ്രതി. അല്ലു അർജുന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ്. കേസിൽ 1 വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ബംഗളൂരു കോഗിലു ലേഔട്ടിൽ അനധികൃത കയ്യേറ്റമെന്നാരോപിച്ച് മുസ്ലിം താമസക്കാരുടെ വീടുകൾ തകർത്ത സർക്കാർ നടപടിയെ അപലപിച്ച് സിപിഎം കർണാടക സംസ്ഥാന കമ്മിറ്റി. കുടിയിറക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കണമെന്നും തകർക്കപ്പെട്ട വീടുകൾ സർക്കാർ പുനർനിർമ്മിച്ച് നൽകണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 25-35 വർഷമായി ഈ പ്രദേശത്ത് താമസിച്ചു വരുന്ന ദരിദ്ര കുടുംബങ്ങളെയാണ് സർക്കാർ ഇറക്കിവിട്ടത്. മുൻകൂട്ടി നോട്ടീസ് നൽകാതെ പുലർച്ചെ നടത്തിയ ഈ നടപടി അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണെന്നും സിപിഎം പ്രസ്താവനയിൽ പറഞ്ഞു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ബുൾഡോസർ വിവാദം കത്തുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരവും അടക്കം രാഷ്ട്രീയമായി ഉയർത്തിയ വിമർശനത്തിന് പിന്നാലെ ഇടപെട്ട് കോൺഗ്രസ് നേതൃത്വം. കർണാടക കോൺഗ്രസിൽ നിന്ന് എഐസിസി വിശദീകരണം തേടി. കെ.സി. വേണുഗോപാലാണ് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി.കെ. ശിവകുമാറിൽ നിന്ന് വിശദീകരണം തേടിയത്. വീടുകൾ പൊളിച്ചുമാറ്റിയ സംഭവം വിവാദത്തിലായതോടെയാണ് നടപടി. കർണാടകയിലെ ബംഗളൂരുവിൽ നടന്ന ബുൾഡോസർ നടപടിക്കെതിരെ വിമർശനമുന്നയിച്ച കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് കർണാടകയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ താക്കീത് നൽകി. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് മുതിർന്ന നേതാവായ പിണറായി വിജയൻ പ്രതികരിക്കുന്നതെന്നും ഖരമാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ട അപകടകരമായ ഒരു ക്വാറിയിലാണ് നിയമവിരുദ്ധമായി ഇവർ താമസിച്ചിരുന്നതെന്നും ഈ സ്ഥലം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും ശിവകുമാർ വിശദീകരിച്ചു. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ മനുഷ്യത്വപരമായ രീതിയിലാണ് മാറ്റിയതെന്നും അർഹരായവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജന പ്രകാരം വീടുകൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആകാശയാത്രാ സ്തംഭനത്തിൽ ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിക്ക് കേന്ദ്രം. സിഇഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കനത്ത പിഴ ചുമത്താനും നിർദ്ദേശിച്ചുള്ള റിപ്പോർട്ടാണ് ഡിജിസിയെ സമർപ്പിച്ചതെന്നാണ് വിവരം. ആഭ്യന്തര സർവീസുകൾ മാത്രം താറുമാറായതിൽ ദുരൂഹതയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. അന്വേഷണം പൂർത്തിയായാൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആർഎസ്എസിനെ പുകഴ്ത്തി വിവാദത്തിലായി മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ്. ആർഎസ്എസിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാകുന്നതെന്ന് ദിഗ്വിജയ് സിംഗ് അഭിപ്രായപ്പെട്ടതാണ് വിവാദമായത്. അദ്വാനിയുടെ കാൽച്ചുവട്ടിലിരിക്കുന്ന മോദിയുടെ ചിത്രം പങ്കുവച്ച് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം അഭിപ്രായം പ്രകടിപ്പിച്ചത്. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പിന്തുണച്ച് യുകെയിലെ ബ്രാഡ്ഫോർഡിൽ നടന്ന റാലിക്കിടെ പാക് പ്രതിരോധ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ കൊല്ലപ്പെടുമെന്ന് ഒരു സ്ത്രീ പറയുന്ന വീഡിയോ വൈറലായതിന് പിന്നാലെ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച് പാകിസ്ഥാൻ. വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ മാറ്റ് കാനലിനോട് പാക് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇസ്രയേലും യൂറോപ്പും ഇറാനെതിരെ സമ്പൂർണ്ണ യുദ്ധം നടത്തുകയാണെന്നും ഇറാഖ് നമുക്കെതിരെ നടത്തിയ യുദ്ധത്തേക്കാൾ മോശമാണ് ഈ യുദ്ധമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. നമ്മുടെ രാജ്യത്തെ മുട്ടുകുത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇത് കൂടുതൽ സങ്കീർണവും പ്രയാസമേറിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സൊമാലി ലാൻഡിനെ ഇസ്രായേൽ അംഗീകരിച്ചു. 1991 റിപ്പബ്ലിക്കായി സ്വയം പ്രഖ്യാപിച്ച മേഖലയ്ക്ക് 34 വർഷത്തിന് ശേഷമാണ് ഏതെങ്കിലും ഒരു രാജ്യം അംഗീകാരം നൽകുന്നത്. സൊമാലി ലാൻഡുമായി പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതോടെ സൊമാലിയയും ആഫ്രിക്കൻ യൂണിയനും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സൊമാലി ലാൻഡ് സൊമാലിയയുടെ അവിഭാജ്യ ഭാഗമാണെന്നും ഇസ്രായേൽ നീക്കം നിയമവിരുദ്ധമാണെന്നും സൊമാലിയ ആരോപിച്ചു.
യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാൻ യുക്രൈന് താൽപര്യമില്ലെങ്കിൽ പ്രത്യേക സൈനിക നടപടിയുടെ എല്ലാ ലക്ഷ്യങ്ങളും റഷ്യ നേടിയെടുക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ഇന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് പുടിന്റെ പ്രസ്താവന. ജനുവരി 15 മുതൽ ഫെബ്രുവരി 6 വരെ സിംബാബ്വേയിലും നമീബിയയിലും നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിനും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള അണ്ടർ-19 ടീമുകളെ പ്രഖ്യാപിച്ചു. ആയുഷ് മാത്രെ ക്യാപ്റ്റനായ അണ്ടർ-19 ലോകകപ്പിനുള്ള 15-അംഗ ടീമിൽ മലയാളിയായ മുഹമ്മദ് ഇനാനും ഇടം പിടിച്ചു. അതേസമയം പരിക്ക് മൂലം സ്ഥിരം നായകൻ ആയുഷ് മാത്രെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാൽ 14-കാരനായ സൂര്യവംശിക്കാണ് ക്യാപ്റ്റന്റെ ചുമതല. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.